ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയ്ക്ക് തിരൂരിൽ വ്യാഴാഴ്ച സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള യാത്ര നാളെ ജനുവരി 7 ബുധനാഴ്ച രാവിലെ മലപ്പുറം ജില്ലയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കുകയാണ്. എടക്കര വെച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാസ്ഥാനിക കുടുംബം ഒന്നായി കേരള യാത്രയെ, അതോടൊപ്പം ജനപ്രതിനിധികളും ഉണ്ടാവും. ഒരു പൗര സ്വീകരണം എന്ന രൂപത്തിലാണ് എടക്കര വെച്ചുകൊണ്ട് ഈ ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിക്കുന്നത്. അതിനുശേഷം കേരള യാത്ര അരീക്കോട് നാളെ അതിൻ്റെ സ്വീകരണ സമ്മേളനവും അനുബന്ധ കാര്യങ്ങളും പൂർത്തീകരിച്ച് 8-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ജില്ലയിലേക്ക് 2 കേന്ദ്രങ്ങൾ സ്വീകരണം നമ്മൾ ഏർപ്പാട് ചെയ്യുന്നു. അതിൽ 8-ാം തീയതിയാണ് തിരൂര് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ്, ഓക്കെ ഉസ്താദ് എന്ന ആ പേരിൽ അറിയപ്പെടുന്ന ഉസ്താദിൻ്റെ മക്കാം അവിടുന്ന് സിയാറത്ത് ചെയ്ത് യാത്രാനായകരെ അവിടെ നിന്ന് സ്വീകരിച്ച് ആനയിച്ചാണ് നമ്മുടെ തിരൂർ സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവരുന്നത്. പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. ജികാറ്റിൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു ആകർഷണീയത എന്ന് പറയുന്നത് 313 അംഗ കോൺഫറൻസ് ഗാർഡ് ഇതിനു വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചതാണ്. അവർ തിരൂര് താഴെപ്പാലം നമ്മുടെ സ്റ്റേഡിയം ഭാഗത്ത് നിന്ന് യാത്രയെ അവിടുന്ന് എതിരേറ്റ് റിംഗ് റോഡിലുള്ള സമ്മേളന നഗരിയിലേക്ക് യാത്ര എത്തിക്കും. ആ യാത്രയിൽ യാത്രാനായകനായ അഭിനന്ദനായ സുൽത്താനുൽ കാന്തപുരം ഉസ്താദും ഉപനായകന്മാരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദും ഈ 3 നേതാക്കളും ഈ യാത്രയെ നയിച്ച് നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് എത്തും. കൃത്യം 5 മണിക്ക് തന്നെ സമ്മേളന നഗരിയിൽ പരിപാടികൾ ആരംഭിക്കും. കേരളത്തിൻ്റെ ന്യൂനപക്ഷ ഹജ്ജ് വഖഫുകാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ ഉപനേതാവ് ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യ അതിഥിയായി സമ്മേളനം സംബന്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയും MLA കൂടിയായ KT ജലീൽ അവറുകളും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയനായ അധ്യക്ഷൻ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകളാണ് അധ്യക്ഷത വഹിക്കുന്നത്. അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് യാത്രാനായകനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകളാണ്. അതുപോലെ തിരൂരിൻ്റെ MLA കൂടിയായ കുറുക്കോളി മൊയ്തീൻ, മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം ഹാജി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയൻ, KPCCയുടെ സെക്രട്ടറി KP നൗഷാദ് അലി, UDFൻ്റെ ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, മുൻ MPയും വന്യവയോധികനും കൂടിയായ C ഹരിദാസ്, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ അധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി, ജില്ലാ ജനറൽ സെക്രട്ടറി ഊരകം അബ്ദുറഹിമാൻ സഖാഫി, സ്വസംഘത്തിൻ്റെ കൺവീനർ കൂടിയായ അബ്ദുൽ സമദ് മുട്ടനൂറും മറ്റ് തങ്ങൾ ഉൾപ്പെടെയുള്ള വേദിയിലുള്ള സമാദരണീയരായ നേതാക്കളെല്ലാം ഈ
സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കൃത്യമായ